ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മള് ഇപ്പൊ ഞാൻ ചെയ്യുന്ന കോണ്ടന്റ് ഒക്കെ ഒരു പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോ ആയതുകൊണ്ട് തന്നെ ഞാൻ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഇതുപോലെ എൻ്റെ ഈ ഒരു ടൈമിൽ പോകുന്ന കുറച്ച് പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. അതായത് ഇപ്പോൾ ഡെലിവറിക്ക് പ്രിപ്പയർ ആവുന്ന പ്രഗ്നന്റ് ലേഡീസിന് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ചിലപ്പോൾ കുറച്ച് കാലം കഴിഞ്ഞിട്ട് കാണുന്നവരാവാം, അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ ഏർലി സ്റ്റേജിൽ കാണുന്നവരാവാം. ആരായാലും ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. കാരണം ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എനിക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് അറിയുന്ന അറിവുകൾ അല്ലെങ്കിൽ നോളജ് ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോഴാണല്ലോ അതിനൊരു പ്രത്യേക സുഖം അല്ലേ. അപ്പോൾ എന്തായാലും നമ്മൾ ഡെലിവറിക്ക് പ്രിപ്പയർ ആവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഉള്ളിൽ ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. ഒന്നാമത്തെ ഡെലിവറി കഴിഞ്ഞവർക്കാണെങ്കിൽ രണ്ടാമത്തെ ഡെലിവറി ആയാലും മൂന്നാമത്തെ ഡെലിവറി ഒക്കെ ആയാലും പേടി ഉണ്ടാവും. അപ്പോൾ പേടിക്കേണ്ട കാര്യമാണോ ചോദിച്ചു കഴിഞ്ഞാൽ പേടി സ്വാഭാവികമാണ്. അപ്പോൾ പേടി എന്നതിനെ കൂടുതൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് അത് വലിയൊരു പ്രശ്നത്തിലേക്ക് മാറ്റാതെ നമ്മളൊന്ന് സ്വയം കോൺഫിഡന്റ് ആയിട്ട് നമുക്കൊന്ന് പ്രിപ്പയർ ആവാം അല്ലെ. അപ്പൊ അതായിരിക്കും നല്ലത്. കാരണം നമ്മൾ പേടിച്ചിട്ട് അതിനെ കാണുന്നതിനേക്കാൾ നല്ലത് ഉണ്ണി വരുന്ന ആ ഒരു സന്തോഷം എല്ലാതും നമ്മള് മുന്നിൽ കണ്ടിട്ട് ഇതിന് പ്രിപ്പയർ ആവാം. ഞാൻ പറയുന്നത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. കാരണം കഴിഞ്ഞ ഫസ്റ്റ് ഡെലിവറിയില് എനിക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് കാരണമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് കേട്ടോ. എനിക്ക് പേടി, ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു ഉണ്ണി വരുന്നതിന്റെ. അപ്പൊ ഉറക്കം ഒഴിച്ചിരുന്നു, ഉറക്കമില്ലായ്മ ഒക്കെ ഉണ്ടായിരുന്നു. അതെനിക്ക് ആ ഒരു സ്റ്റേജിൽ അറിയണ്ടായിരുന്നില്ല ഡോക്ടറെ അടുത്ത് പറയാൻ. ഇത് എല്ലാവരുടെ അടുത്തും ചോദിക്കുമ്പോൾ പ്രഗ്നൻസിയിൽ നമുക്ക് ഉറക്കം നഷ്ടപ്പെടും എന്ന് പറയുന്നതുകൊണ്ട് തന്നെ നമ്മളും അത് കാര്യമാക്കിയിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം ഞാൻ മുൻകൂട്ടി ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ മെഡിസിൻ കഴിക്കുന്നത് കൊണ്ട് തന്നെ, അതായത് ഉറക്കം കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മള് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്കും ഉറക്കമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് പറയണം. നമ്മളെ ഉറക്കം നമ്മുടെ ഉണ്ണികളുടെ എന്താ പറയാ ഉണ്ണികളുടെ വളർച്ചയ്ക്ക് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യാം, ഉറക്കൊന്നും മിസ്സാക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം അത് ചിലപ്പോൾ ഭാവിയിലും എന്താ പറയാ എഫക്റ്റ് ചെയ്യും നമ്മളെന്തായാലും ഇപ്പോഴേ നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ. നിങ്ങൾ കരുതിയിരിക്കുക. ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ഉണ്ണി വരുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി എന്താ വരാൻ പോകുന്നത് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഉണ്ടാവില്ല. ഉണ്ണി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പോവാം, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ. പക്ഷെ അതിനപ്പുറം കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ചിലപ്പോ അതൊക്കെ എങ്ങനെ പറഞ്ഞുതരാം, നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുള്ള ആൾക്കാർ നമ്മളായിട്ടുള്ള ഇന്ററാക്ഷൻസ്, കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ആദ്യം ചിലപ്പോൾ നമുക്ക് ആ ടൈമിൽ നമ്മളെ ഹോർമോൺ ചേഞ്ചസ് കാരണം നമുക്ക് ചിലതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ദേഷ്യം, സ്ട്രെസ്, ആ കാര്യങ്ങളൊക്കെ ഇനി ഡെലിവറി കഴിഞ്ഞ് നമ്മളൊരു ഇങ്ങനത്തെ ഒരു പ്രത്യേക ഒരു ജേർണിയിൽ കൂടെ പോവുക. എന്തായാലും നമ്മളെന്തായാലും നമ്മുടെ ശരീരം ഒന്ന് ഹീലാവാൻ തന്നെ എന്താ പറയാ ഏകദേശം 6 മാസത്തോളം എടുക്കുന്നുണ്ട്. മെന്റലി ഫിസിക്കലി ഒക്കെ ഒന്ന് റിക്കവർ ആവാൻ ഒരു 2 ഇയേഴ്സോളം നമ്മൾ എടുക്കുന്നുണ്ട് ഡെലിവറി കഴിയുമ്പോൾ. അതൊക്കെ കഴിഞ്ഞ് നമ്മള് ഒരു 5 വർഷമാണ് ഒരു ബേബി ഒന്ന് സെറ്റായി. ഒരു 5 വർഷം കഴിഞ്ഞ് ഒരു സ്കൂളൊക്കെ ഒന്ന് പോയി തുടങ്ങുമ്പോഴാണ് നമ്മൾ പഴയ നമ്മുടെ ഇതിലേക്ക് തന്നെ എത്തി വരിക. അപ്പൊ എന്തായാലും ഈ ഒരു ജേർണി എന്ന് പറയുന്നത് കുറച്ച് ടഫായിരിക്കും. അപ്പൊ അത് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കുക. ചിലര് അത് ഭയങ്കര അടിപൊളിയായിട്ട് പോകുമെന്ന് വിചാരിച്ചാലും കുറച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ചേഞ്ച് ആവും. പിന്നെ നമ്മളല്ലാത്ത ഒരു രീതിയിലേക്ക് മാറും. പിന്നെ ഈ ഒരു ടൈമിൽ നമ്മളുടെ പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അത് മറക്കരുത്. അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഹോർമോൺ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മൂഡ് സ്വിങ്സ് ഒക്കെ വളരെയധികം കൂടുതലായിരിക്കും, സ്ട്രെസ് ഉണ്ടായിരിക്കും, ഉറക്കം ഒഴിക്കണ കാരണം, ഉണ്ണിക്ക് ഫീഡ് ചെയ്യണ കാരണം,
നമ്മൾ പെട്ടെന്നുള്ള ഹോർമോൺ ചേഞ്ചസ് ഒക്കെ കാരണം ഞങ്ങൾക്ക് കുറെ മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ആ ടൈമില് ഹസ്ബൻഡിന്റെ അടുത്തായാലും ചിലപ്പോൾ, അല്ലെങ്കിൽ നമ്മളെ വീട്ടിലുള്ളവരുടെ അടുത്തായാലും ചിലപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുക, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ സംസാരിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി പറഞ്ഞു വെക്കുക. നമ്മൾ ഇനി പോകാൻ പോകുന്ന ജേണി അത്ര വലിയ സുഖമുള്ള ഒരു ജേണി ആയിരിക്കില്ല. അതെന്തായാലും നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഫാമിലി എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്ത് ഈ ഡെലിവറി കഴിഞ്ഞ ആളെയും ഉണ്ണിനെയും പരിചരിക്കണം. എല്ലാവരും ഉണ്ണി വരുമ്പോൾ ഉണ്ണിലേക്ക് മാത്രമായിരിക്കും എന്ത് ചെയ്യുക, ഒരു ശ്രദ്ധ കൊടുക്കുക. പക്ഷെ ഉണ്ണി ഉണ്ടാകുന്നത് പോലെ തന്നെ, പിന്നെ ഒരു ന്യൂ ബോൺ ബേബി ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് ഒരു ന്യൂ മോം ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ അമ്മയ്ക്കും അതുപോലത്തെ ഒരു കരുതലൊക്കെ കൊടുക്കണം. കാരണം അവർ മൊത്തത്തില് ബോഡിയൊക്കെ വീക്കായി, മൈൻഡൊക്കെ വീക്കായി. പിന്നെ പ്രഗ്നൻസിയിൽ നമുക്ക് കിട്ടിയ കെയറൊക്കെ പെട്ടെന്ന് ഉണ്ണി വന്നപ്പോൾ ഉണ്ണിയിലേക്ക് മാത്രമായി ശ്രദ്ധ എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു വിഷമം ഫീൽ ചെയ്യും ഇമോഷണലി. നമ്മളെ അടുത്ത് തന്നെ കാരണങ്ങളില്ലാതെ തന്നെ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കും, നമ്മൾ ഒറ്റയ്ക്കാന്നുള്ള ഫീല് അങ്ങനൊക്കെ തോന്നും. അപ്പൊ ഇതിനൊക്കെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കൂടെയുള്ള നമ്മുടെ പാർട്ണർ, നമ്മളെ ഹസ്ബൻഡ് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇടയ്ക്കൊക്കെ ചെറിയൊരു ഉണ്ണീനെ ഒരു 5 മിനിറ്റ് ആളുകളുടെ അടുത്തും ഏൽപ്പിച്ചിട്ട് പുറത്തു പോകുന്നതിലൊന്നും തെറ്റില്ല. അത് നമ്മളൊന്ന് പാമ്പർ ചെയ്ത് ചെറിയ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ വാക്ക് അങ്ങനെ എന്തെങ്കിലും ഒന്ന് നടക്കുക, ഒന്ന് കൈപിടിച്ച്. എല്ലാവരും ഭർത്താക്കന്മാരെ മാറ്റി നിർത്താനാണ് ഈ വയസ്സായ ആൾക്കാരൊക്കെ പറയാം. പക്ഷെ ഈ സമയത്ത് നമ്മൾ കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കേണ്ടത് പാർട്ട്നേഴ്സ് ആണെന്നാണ് എനിക്ക് തോന്നിയുള്ളത്. അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇതിൽ നിന്ന് റിക്കവർ ആയിട്ട് വരാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക, ഫിസിക്കൽ റിലേഷൻ, രണ്ടുപേരും തമ്മിലുള്ള ഫിസിക്കൽ റിലേഷനൊന്നും നമുക്ക് വലിയ താല്പര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇത് കഴിഞ്ഞ ആ ഒരു ടൈമില്. സോ ഹസ്ബൻഡിനാണെങ്കിലും ഈ സെയിം, നമ്മളിപ്പോ ഡെലിവറി കഴിഞ്ഞിട്ട് സ്ത്രീകൾക്ക് മാത്രമല്ല ഡിപ്രഷൻ വരിക, ഹസ്ബൻഡിനും ഇതേപോലത്തെ ഒരു സ്റ്റേജിലൂടെയാണ് പോവുക. കാരണം ഭാര്യ ഉള്ളിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടുന്നു, അവരൊരു ഒറ്റപ്പെടുന്ന ഫീൽ അവരുടെ ഉള്ളില്. അവരുടെ കാര്യങ്ങൾ, അവര് ആകെ സ്ട്രെസ്ഫുൾ ആണ്, വർക്ക്, നമ്മുടെ കാര്യം നോക്കണമെന്നെല്ലാം. അപ്പൊ അവർക്കും ഇതേപോലെ ഒരു കെയറും എന്താ പറയാ നമ്മുടെ ഭാഗത്തുനിന്നും കൊടുക്കണം. നമ്മൾ അവരെ ശ്രദ്ധിക്കുക, അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇനി ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇത് ഞാൻ പറഞ്ഞു തരുന്നില്ല. നമ്മള് ആ ഒരു ജേണി കടന്നു പോകുമ്പോ പലർക്കും പല രീതിയിൽ ഒക്കെ ഫീൽ ചെയ്യും. എന്റെ ഹസ്ബൻഡ് എന്നോട് സ്നേഹമില്ലേ, എന്നെ പ്രസവിച്ചപ്പോ എന്നോട് സ്നേഹമില്ലേ, അങ്ങനൊന്നും ഇല്ല. നമ്മള് ആ ഒരു ടൈമിൽ നമ്മളൊരു ഇമോഷണൽ റോളർ കോസ്റ്റർ ആയിരിക്കും. അതായത് ഉണ്ണി, നമ്മുടെ കാര്യങ്ങള്, ഉറക്കമില്ലായ്ക എല്ലാം കൂടി നമ്മൾ ആകെ ഒരു ഇതിൽ കൂടെയാണ് പോവാ. ഉണ്ണിനെ ഫീഡ് ചെയ്യുന്നു, അവരെ കാര്യങ്ങൾ ചെയ്യുന്നു, അതിന്റെ തിരക്ക്, വീട്ടിലത്തെ കാര്യങ്ങൾ ഒക്കെ കൂടി രണ്ടുപേർക്കും ഒരു അവരുടെ ഗ്യാപ്പുള്ള ഒരു ഫീല് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുക, മുൻകൂട്ടി തന്നെ കരുതലെടുത്ത് രണ്ടുപേരും നിങ്ങൾക്കായിട്ട് കുറച്ചൊരു സമയം മാറ്റിവെച്ച് കുറച്ചു നേരമൊക്കെ സംസാരിക്കുക, എല്ലാ ദിവസവും സംസാരിക്കുക എന്നുള്ള ഒരു ഇത് വെക്കുക. നിങ്ങളുടെ വിഷമങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്യാൻ നോക്കുക, അതൊക്കെ ചെയ്യാട്ടോ. അതാണ് ഏതെങ്കിലും ഡെലിവറിക്ക് വേണ്ട കേസ്. ഞാൻ പെട്ടെന്ന് വഴി തെറ്റി പോയോ എന്നറിയില്ല, ഇതെന്തായാലും പറയേണ്ട കാര്യമായിരുന്നു, പറഞ്ഞു. ഞാൻ പറയാൻ വന്ന കേസ്, ഡെലിവറി എന്ന് പറയുന്നത് സിമ്പിൾ പ്രോസസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എന്തായാലും നമ്മളൊരു ഇതിലേക്ക് എന്തായാലും നമ്മളൊരു അമ്മയാവാൻ പോവാണ്, കുറച്ച് വേദനയൊക്കെ സഹിക്കേണ്ടി വരും. സോ നമ്മൾ പ്രിപ്പയർ ആയിരിക്കുക. പിന്നെ നമ്മൾ നോർമൽ ഡെലിവറി തന്നെ ആവും എന്ന് വിചാരിച്ച് കോൺഫിഡന്റ് ആയിട്ട് പോയിട്ട് പെട്ടെന്ന് സിസേറിയൻ വരുമ്പോൾ നമ്മൾ ആകെ തളരും. എനിക്കുണ്ടായ സ്ഥിതിയാണത്. അപ്പോൾ നമ്മളെ ബോഡി, നമ്മൾ നോർമൽ ഡെലിവറിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർ ഒക്കെ ആവണം. എങ്കിൽ കൂടി സിസേറിയൻ ആണെങ്കിലും നോ പ്രോബ്ലം, ഉണ്ണിനെ കിട്ടാനാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. സിസേറിയൻ ആണെങ്കിലും എന്താണെങ്കിലും രണ്ടാണെങ്കിലും രണ്ടിനും വേദന ഒക്കെ ഉണ്ട്. രണ്ടും നമ്മൾ സഹിക്കേണ്ടി വരും. പിന്നെ എന്താ പറയാ, ആ ഒരു ഇത് നമുക്ക് ഉണ്ണീനെ കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ. സോ നമ്മൾ ഉണ്ണീനെ കണ്ടു കഴിയുമ്പോൾ അതൊക്കെ മറക്കും. പിന്നെ നമ്മൾ ഈ വേദന, സുഖപ്രസവമാണെങ്കിൽ ആ ഒരു ടൈമിലുള്ള വേദനയാണ് നമ്മൾ സഹിക്കേണ്ടി വരുള്ളൂ. പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്താ പറയുക, കുറച്ച് ദിവസത്തെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. സ്റ്റിച്ചിന്റെ ഒക്കെ ചിലപ്പോൾ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടുണ്ടാവും.
എങ്കിലും ഫാസ്റ്റ് റിക്കവറി എന്ന് പറയുന്നത് നോർമൽ ഡെലിവറിയാണ്. സിസേറിയനെ അപേക്ഷിച്ചിട്ട് നോർമൽ ഡെലിവറിയാണ്. നോർമൽ ഡെലിവറി ആ ടൈമിൽ കുറെ പേർക്ക് നല്ല പെയിൻ ഉണ്ടായിരിക്കും. സി സെക്ഷന്റെ സമയത്ത് ഈ പെയിനും സഹിച്ച് സി സെക്ഷനിലേക്ക് പോകുന്നവരുണ്ട്. ഞാൻ ആ ഒരു കണ്ടീഷനിലുള്ള ആളായിരുന്നു. അപ്പൊ സി സെക്ഷനിലേക്ക് പെട്ടെന്ന് അങ്ങനെ കടക്കുമ്പോൾ നമ്മൾ തീരെ പ്രതീക്ഷിക്കാണ്ട് സി സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പേടിക്കും. അപ്പൊ അതില്ലാതിരിക്കാൻ നമ്മൾ മുൻകൂട്ടിയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കുക, ഒന്നുകിൽ സി സെക്ഷൻ ആവും അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ആയിരിക്കും. എന്തായാലും ബേബിക്ക് വേണ്ടിയാണെന്നുള്ളത് മനസ്സുകൊണ്ട് നമ്മൾ പ്രിപ്പയർ ആവാം കേട്ടോ, അതാണ് നല്ലത്. പിന്നെ സിസേറിയൻ ആണെങ്കിലും നമ്മൾ നമ്മുടെ ബാക്കി എല്ലാവരുടെ അടുത്തും ഹെൽപ്പ് ചോദിക്കാൻ ബുദ്ധിമുട്ട് വിചാരിക്കരുത്. നമുക്കൊന്ന് നീറ്റ് നടക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്തിനെങ്കിലും ഒരാവശ്യത്തിന് നമ്മൾ ആരെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിക്കാൻ മടിക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക, ചോദിക്കുക. നമ്മുടെ അമ്മയോടോ അല്ലെങ്കിൽ മദറിൻലോ അമ്മായിമ്മയോടോ അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ അടുത്ത് ആരുടെ അടുത്തായാലും ഹെൽപ്പ് ചോദിക്കാൻ മടിച്ചു നിൽക്കരുത്. കാരണം ഈ ടൈമിൽ അവരുടെ ഒക്കെ ഹെൽപ്പ് നമുക്ക് ആവശ്യമാണ്. സോ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിരിക്കരുത്. നമ്മൾ അങ്ങനെ വിചാരിക്കുന്നവർ നമുക്കത് പ്രശ്നങ്ങൾ വരും, സ്ട്രെസ് ആവും, ഡിപ്രഷനിലേക്കൊക്കെ പോകും. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കുക, ഹെൽപ്പ് ചോദിക്കാൻ മടിക്കരുത്. നമ്മൾ എന്ത് ചെയ്യുക, അവരുടെയും കൂടി ഹെൽപ്പ് നമുക്ക് ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള കുറെ ആൾക്കാർ കുറെ കമന്റ്സ് നമ്മളെ അങ്ങനെ വിലയിരുത്താൻ, പാലില്ലേ അതില്ലേ ഇതില്ലേ എന്നൊക്കെ ചോദിച്ച് വേറെന്നവരൊക്കെ ഉണ്ടാവും. അതൊന്നും ബോധേടാവണ്ട. നമ്മുടെ ബോഡി, നമ്മുടെ ഉണ്ണി, നമ്മൾ ആ കാര്യങ്ങളായിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും അതൊന്നും ചെവി കൊള്ളാൻ പോണ്ട. നല്ലത് മാത്രം എടുത്തിട്ട് മറ്റേതൊക്കെ വിട്ട് കളയുക. എന്തെങ്കിലും അറിവുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ അത് എടുക്കുക. ബാക്കിയുള്ള തടിച്ചൂലോ മെലിഞ്ഞൂലോ അതൊന്നും ബോധേടാവണ്ട. ഈ ഒരു പ്രോസസ്സിൽ പല കാര്യങ്ങളും സംഭവിക്കും. നമ്മൾ ചിലപ്പോൾ പാല് കുറവായിരിക്കും, ചിലപ്പോൾ തടി വെക്കും. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നോർമൽ ഇതിലേക്ക് നമ്മൾ എത്തും. നമ്മുടെ ഉമ്മയാണെങ്കിലും അവരൊരു കുട്ടിയാണ്. അവര് ചിലപ്പോൾ തടിച്ചിട്ടാവും, ചിലപ്പോൾ കളറിന്റെ വ്യത്യാസങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നു. നിന്റെ പോലെ അല്ലല്ലോ നിന്റെ ഭർത്താവിന്റെ പോലെ, അതൊന്നും വിചാരിച്ച് വിഷമിക്കാനൊന്നും ആവശ്യമില്ല. പലരും പലതും പറയും. അതൊന്നും ഈ ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പോകണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ടൈമിലാണ് വിസിറ്റേഴ്സ് കൂടുക. അപ്പൊ ആ ടൈമിൽ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് വരും. അതിൽ നിങ്ങൾക്ക് എടുക്കണം തോന്നുന്നത് മാത്രം എടുക്കുക, ചീത്ത കാര്യങ്ങൾ വിട്ട് കളയുക. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ഒരു പുതിയ അമ്മ ആവുമ്പോൾ നമ്മൾ ആ ഉണ്ണീനായിട്ടുള്ള കണക്ഷൻ, ഉണ്ണീനായിട്ട് ഇരുന്ന് സംസാരിക്കാൻ നോക്കുക. ആ ഉണ്ണീനെ ഒരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കുക, അവരായിട്ട് എൻജോയ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ ഹസ്ബൻഡ്, വൈഫ്, ഉണ്ണി, ആ ഒരു ഫാമിലി ബോണ്ട് ഉണ്ടാക്കിയെടുക്കുക. ഈ ഹസ്ബൻഡും ഈ ഭാര്യനെ സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെയാണ് ഈ ടൈമിൽ വേണ്ടത്. പിന്നെ ഡെലിവറി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്തായാലും ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് റിക്കവർ ആയിട്ട് വരും. പിന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, ചേച്ചി ഞാൻ നന്നായി തടിക്കുന്നു, അത് പ്രശ്നമാണ്. നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ, മുലയൂട്ടി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മളിങ്ങനെ നമ്മുടെ യൂട്രസ് ഒക്കെ ചുരുങ്ങി തുടങ്ങും. അതുപോലെ തന്നെ നമ്മളും നമ്മുടെ പഴയ ഒരു വെയിറ്റിലേക്ക് വെയിറ്റ് ലോസ് ആയിക്കൊണ്ടിരിക്കും, വെയിറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഈ ജേർണിയിൽ നമുക്ക് ഉണ്ണിക്ക് ഫീഡ് ചെയ്യാനുള്ള നല്ല നല്ല ഫുഡുകൾ കഴിക്കുക, നന്നായി വെള്ളം കുടിക്കുക, നല്ല സെറ്റായിട്ടിരിക്കുക, നമ്മളെ തന്നെ നമ്മൾ പാമ്പർ ചെയ്യാൻ നോക്കുക. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കുക എന്തായാലും. എങ്കിലും നമ്മൾ മാക്സിമം എന്താ പറയുക, നല്ല ഫുഡൊക്കെ കഴിച്ച് ഉണ്ണിക്കും നമ്മൾക്കും ഒരു ശ്രദ്ധ കൊടുക്കുക. നമ്മൾ ഈ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെസ്സി ആയി പോകും. നമ്മൾ മുടി കെട്ടുന്നത് ചിലപ്പം എന്തായാലും ആട്ടെ, നമ്മൾ മേക്കപ്പ് ചെയ്യുക ഒന്നും ചെയ്യില്ല. നമ്മുടെ ബേബി ഫീഡ് ചെയ്യുക, ആകെ തിരക്ക്, അങ്ങനത്തെ ഒരു ഇതാവും. അപ്പൊ അതൊന്നും ആ ഒരു ടൈം എന്തായാലും കടന്നു പോവും. നമ്മൾ മാക്സിമം ഈ ഒരു ടൈം എൻജോയ് ചെയ്യാൻ എങ്ങനെയൊക്കെ പറ്റും എന്നുള്ളത് നോക്കിയിട്ട് രണ്ടുപേരും എൻജോയ് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രസവം കഴിഞ്ഞ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ആദ്യത്തെ 6 മാസം നമ്മൾ ഉണ്ണികൾക്ക് നമ്മൾ പാല് തന്നെ കൊടുക്കണം, മുലപ്പാൽ തന്നെ കൊടുക്കണം. അതുകൊണ്ട് കുഞ്ഞിന് ഉണ്ടാകുന്ന കുറച്ച് നേട്ടങ്ങളുണ്ട്. അതായത് ഉണ്ണികളുടെ ദഹന പ്രക്രിയ
ഈസി ആയിട്ട് ദഹിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ആദ്യകാലത്ത് ഉണ്ടാകുന്ന അലർജികളൊക്കെ ഒഴിവാക്കാൻ ഇത് സഹായിക്കും. അതുപോലെ തന്നെ പ്രതിരോധ ശേഷി വർദ്ധിക്കും, നിങ്ങൾക്ക് പ്രതിരോധ ശേഷി വർദ്ധിക്കും. പിന്നെ എന്താ പറയാ, നമ്മുടെ ഉണ്ണികൾക്ക് വേണ്ട തൂക്കം ഉറപ്പുവരുത്തും ഈ പാല് കൊടുക്കുന്നതിലൂടെ. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളിലെ വയറിളക്കം, അതുപോലെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങള്, പിന്നെ അലർജി, ഇതിനൊക്കെ ഒരു സംരക്ഷണം നമ്മൾ പാല് കൊടുക്കുന്നതിൽ നിന്ന് ഉണ്ട്. അപ്പോൾ 6 month ഫുള്ളായിട്ട് നമ്മൾ പാല് മാത്രം കൊടുക്കാൻ ശ്രദ്ധിക്കുക. സോളിഡ് ഫുഡ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല, പാല് മാത്രം കൊടുക്കുക. പിന്നെ മുലപ്പാൽ അമ്മയും കുഞ്ഞും തമ്മിലുള്ള പ്രത്യേക ബന്ധം എന്താ പറയുക ശക്തിപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ മുലപ്പാൽ കൊടുക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണങ്ങൾ. അപ്പോൾ നമ്മൾ മാക്സിമം ഉണ്ണികൾക്ക് പാല് കൊടുക്കാൻ ശ്രദ്ധിക്കാം. ഇനി അമ്മയ്ക്ക് ഉണ്ടാകുന്ന നേട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗർഭപാത്രം ചുരുങ്ങാൻ ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൂക്കം ഗർഭധാരണത്തിന് മുമ്പുള്ള തൂക്കത്തിലേക്ക് മടങ്ങാൻ സഹായിക്കുന്നു. പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറിയൻ ക്യാൻസർ, നമ്മുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്ന ക്യാൻസർ, അതുപോലെ തന്നെ ഓസ്റ്റിയോപൊറോസിസ് എന്നീ രോഗങ്ങളുടെ അപകട സാധ്യത കുറയ്ക്കുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ പ്രസവ ശേഷം കഴിയുന്നതും വേഗം നമ്മൾ എന്ത് ചെയ്യുക, ഉണ്ണികൾക്ക് പാല് കൊടുക്കുക. പ്രസവ ശേഷം അമ്മമാര് കഴിയുന്നതും 4 ലിറ്റർ എന്ത് ചെയ്യുക, വെള്ളം കുടിക്കുക. എല്ലാ ദിവസവും നന്നായി 4 ലിറ്റർ എന്തായാലും നിങ്ങൾ വെള്ളം കുടിക്കുക. നമ്മൾ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട്, പാലുണ്ടാവാനൊക്കെ നന്നായി നമ്മൾ വെള്ളം കുടിക്കണം കേട്ടോ. പിന്നെ എല്ലാ അമ്മമാർക്കും പ്രത്യേകിച്ച് ആദ്യ പ്രസവത്തില് പാലിന്റെ അളവ് 5-6 ദിവസം പിടിക്കും ഒന്ന് സെറ്റായി വരാൻ, പാല് കൂടി വരാൻ. അപ്പൊ ആ ടൈമിൽ പാലില്ല വെച്ച് ടെൻഷൻ ആയി കഴിഞ്ഞാൽ വീണ്ടും പാല് കുറയുള്ളൂ. നമ്മൾ സമാധാനമായിട്ട് റിലാക്സ് ആയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പാലൊക്കെ വന്ന് തുടങ്ങുള്ളൂ. നമ്മള് ഫസ്റ്റത്തെ കുറച്ച് ദിവസം കുറവാണെങ്കിലും പിന്നെ അങ്ങോട്ട് റെഡി ആയിക്കോളും. അപ്പൊ അത് വെച്ചിട്ട് ടെൻഷൻ ആവണ്ട. ചുറ്റുള്ളവരും ഇതുപോലെ ഇങ്ങനെ അവരെ നിന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അവർക്ക് എന്ത് ചെയ്യരുത്, ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അപ്പൊ അവർക്ക് പാല് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ചുറ്റുള്ളവരും അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാരില്ല, റെഡി ആയിക്കോളും, 2 ദിവസം കഴിയുമ്പോൾ ഒക്കെ റെഡി ആവും എന്നുള്ള രീതിയിൽ പറയാൻ ശ്രമിക്കുക. 1-2 ദിവസം കഴിയുമ്പോഴത്തേനും പാലൊക്കെ വന്നോളും. ഫസ്റ്റ് പാലിൽ വെച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട. ആദ്യം വരുന്ന പാല് കൊളസ്ട്രോൾ എന്ന് പറയും. ആ കൊളസ്ട്രോൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഉണ്ണികൾക്ക് ഏറ്റവും നല്ല സാധനമാണ് എന്താ പറയാ ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ആദ്യ ദിവസങ്ങളിൽ വരുന്ന കൊളസ്ട്രോൾ കൊടുക്കുന്നത് അത്യുത്തമമാണ്. അത് കുഞ്ഞിന്റെ പ്രതിരോധ ശേഷി എന്ത് ചെയ്യും, വർദ്ധിപ്പിക്കുന്നതാണ് പറയുന്നത്. കുഞ്ഞിന്റെ ശരീരത്തിൽ സൂക്ഷിച്ചിട്ടുള്ള എനർജി ആദ്യത്തെ 2-3 ദിവസത്തിന് ഉപയോഗത്തിന് പര്യാപ്തമാണ്. എന്തായാലും ഉണ്ണി ജനിച്ചു വരുമ്പോൾ 2-3 ദിവസം അവരുടെ ഉള്ളിൽ ഒരു ശരീരത്തിൽ കുറച്ച് എനർജി സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നത്, എന്താണ് പാല് ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ ആവണ്ട. അവർക്ക് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ മുലപ്പാൽ കുറഞ്ഞത് കൊണ്ട് തരണം ചെയ്യാനുള്ള കഴിവ് അവർക്ക് ഉണ്ട്. സോ എന്തായാലും നമ്മളുടെ ഡോക്ടേഴ്സും ആ ടൈമിൽ എന്തായാലും ഫോർമുല മിൽക്സ് കൊടുക്കാറുണ്ടെങ്കിൽ അങ്ങനെയും ഒക്കെ ആയിട്ട് പറഞ്ഞു തരും, കൊടുക്കേണ്ട രീതിയൊക്കെ പറഞ്ഞു തരും. അപ്പൊ അതിനെ കുറിച്ചൊന്നും ബോധേടാവണ്ട നമ്മള്. പിന്നെ അടുത്ത കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മുലപ്പാൽ ഉൽപാദനം കൂടുവാൻ ഏറ്റവും നല്ലത് കുഞ്ഞിന്റെ പാലുകൂടിയാണ്. നമ്മൾ എത്രത്തോളം ഫീഡ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യും, പാല് വർദ്ധിക്കും. അപ്പൊ എത്രത്തോളം കുഞ്ഞ് പാല് കുടിക്കുന്നു അത്രത്തോളം പാല് ഉണ്ടാകുന്നതാണ്. പാല് കുടിക്കുമ്പോൾ ഞരമ്പ് വഴി സിഗ്നൽ മസ്തിഷ്കത്തിൽ ഹൈപ്പോതലാമസിൽ എത്തുന്നു. അവിടെ നിന്ന് ഹോർമോൺ റിലീസ് ചെയ്ത് അത് സ്ഥാനത്തിൽ എത്തണം, എന്നാലേ പാലുണ്ടാകൂ എന്നാണ് പറയുന്നത്. മുല കൂട്ടുമ്പോൾ പോഷകം നിറഞ്ഞ പഴങ്ങളും പച്ചക്കറികളും കഴിക്കണം. നമ്മൾ പ്രഗ്നൻസിയിൽ നമ്മൾ ത്രൂഔട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിക്കും. ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിന്റെ രീതിയൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും അത് ചെയ്യരുത്. നമ്മൾ ഉണ്ണിക്ക് ഫീഡ് ചെയ്യുന്ന കാരണം തന്നെ നന്നായിട്ട് ഫ്രൂട്ട്സും പച്ചക്കറികളും ഒക്കെ നന്നായി കഴിക്കുക. അതുപോലെ തന്നെ നമുക്ക് ഏകദേശം 1200 മില്ലിഗ്രാം കാൽസ്യം വേണം. കാൽസ്യം അടങ്ങിയ ഫുഡ് ലൈക്ക് മിൽക്ക്, മുട്ട, ഇതൊക്കെ നന്നായി കഴിക്കുക. കാരണം നമ്മളുടെ ഇതിൽ നിന്നാണ് ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ണിക്ക് കിട്ടുന്നത് പാല് കുടിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ കാൽസ്യമൊക്കെ എന്താണ് നമുക്ക് ഇല്ല വെച്ചെങ്കിൽ നമ്മളുടെ ഇങ്ങനെ പറയാനേക്കാം എല്ലുകളിൽ നിന്നൊക്കെ ബോൺസിൽ നിന്നൊക്കെ കാൽസ്യം എടുക്കും എന്നുള്ളത്. അപ്പൊ അത് നമുക്ക് എഫക്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ നന്നായി ഫുഡ് കഴിച്ച് നമ്മൾ കാൽസ്യം
എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഈ ജനനശേഷം കുഞ്ഞുങ്ങളിൽ കാണുന്ന ചില മാറ്റങ്ങളുണ്ട്. അത് കണ്ടിട്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന്റെ ചികിത്സാ രീതിയും അല്ലെങ്കിൽ എങ്ങനെ മാറും അതൊക്കെ നോക്കാം. ഉണ്ണി ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എരിത്തീമ ടോക്സിക്കം എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണാം. കാണുന്നത് ആദ്യ 2-3 ദിവസത്തിനുള്ളിലാവും. മുഖത്ത്, ശരീരഭാഗത്ത്, കൈകാലിലൊക്കെ. ചികിത്സ ഇതിന് ആവശ്യമില്ല. അതുപോലെ തന്നെ തനിയെ പൊക്കോളും. പിന്നെ കുളിപ്പിക്കുന്നതിലും കുഴപ്പം ഒന്നുമില്ല. അപ്പൊ ഡോക്ടേഴ്സ് എന്തെങ്കിലും ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും കേട്ടോ. അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾ പേടിക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഇനി രണ്ടാമത്തേത് മംഗോളിയൻ സ്പോട്ട്. മംഗോളിയൻ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീല നിറത്തിൽ പുറത്ത് വശത്ത് കാണുന്നതാണ്. ഇതിന് ചികിത്സ ആവശ്യമില്ല. 1-2 വയസ്സിനുള്ളിൽ ഇത് പൊക്കോളും. ചിലർക്ക് നീല നിറം പുറത്ത് കാണാം. അത് 1-2 വയസ്സാകുമ്പോൾ അതങ്ങനെ പൊക്കോളും. പിന്നെ സ്കിൻ പീലിംഗ്. സ്കിൻ പീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സ ആവശ്യമില്ല. തൊലി ഉരിഞ്ഞു പോകുന്നത്. കുളിപ്പിക്കുന്നതിലും എണ്ണ തേപ്പിക്കുന്നതിലും എന്താണ് തടസ്സമില്ല എന്നാണ് പറയുന്നത്. ഇനി 4-മത്തെ കാര്യം ക്യൂട്ടീസ് മർമോറ്റ. ക്യൂട്ടീസ് മർമൊറാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ കാണുന്ന ചുവന്ന പാടുകൾ. അതിനും ചികിത്സ ഒന്നും ആവശ്യമില്ല, തന്നെ പൊക്കോളും. കുഞ്ഞുങ്ങളാകുമ്പോൾ ചെറിയ ചെറിയ ചുവപ്പ് കുത്ത് അങ്ങനെയൊക്കെ കാണുമല്ലോ, അതിന് ചികിത്സ ആവശ്യമില്ല, അതൊക്കെ മാറിപ്പൊക്കോളും. ഇനി സക്കിംഗ് കലോസിറ്റി. സക്കിംഗ് കലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേൽചുണ്ടിൽ കാണുന്ന തടിപ്പാണ്. അതിനും ചികിത്സ ആവശ്യമില്ല, തന്നെ മാറിക്കോളൂ കേട്ടോ. ഇനി ബ്രസ്റ്റ് എൻകറേജ്മെന്റ്. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ ചാൻസ് ഉണ്ടാവില്ല. ബ്രസ്റ്റ് എൻകറേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ മുലക്കണ്ണ് വലുതാകുന്ന ഒരു രീതിയാണ്. അതുപോലെ അതിന് പാല് വരും ചിലർക്ക്. അപ്പോൾ മുലപ്പാൽ അമ്മയുടെ ഹോർമോൺ മൂലമാണ് വരുന്നത്. കുട്ടിയുടെ അമ്മയുടെ ഹോർമോൺ കാരണമാണ് കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കാണപ്പെടുന്നത്. കുഞ്ഞുങ്ങളിലും ചെറിയൊരു പാല് വരുന്ന പോലെ കാണാം. ഇതിനും ചികിത്സ ഒന്നും ആവശ്യമില്ല, തനിയെ പൊക്കോളത്. അതുപോലെ തന്നെ പെൺകുഞ്ഞുങ്ങളുടെ യോനിയിലൂടെ ദ്രാവകം വരിക, വാജിനൽ ഡിസ്ചാർജ് ഓർ ബ്ലീഡിങ്. അമ്മയിൽ നിന്നുള്ള ഹോർമോൺ മൂലം കാണുന്ന പ്രതിഭാസമാണിത്. ചികിത്സ ആവശ്യമില്ല, തനിയെ പൊക്കോളും. പിന്നെ നാവിന് ചുവട്ടിൽ ഒരു പാട പോലെ. അപ്പൊ അതിനും ചികിത്സ ആവശ്യമില്ല. ടങ് ടൈ എന്ന് പറയും. ഇതിനും എന്താണ് ചികിത്സ ആവശ്യമില്ല. സംസാര ശേഷിയൊന്നും ബാധിക്കുന്ന കേസുമല്ല കേട്ടോ. പിന്നെ വെളുത്ത കുരുക്കൾ എന്ന് പറഞ്ഞാൽ മിലിയ എന്ന് പറയും. അതായത് നമ്മുടെ മൂക്കിന്റെ മുകളിലൊക്കെ ചെറിയ ചെറിയ വെള്ള കുരുക്കൾ വരുന്നത്. പാലുണ്ണിയല്ല, വെള്ള കളറിലുള്ള കുരുക്കൾ. അതിനും ചികിത്സ ആവശ്യമില്ല, തനിയെ പൊക്കോളും. പിന്നെ കണ്ണിന്റെ വെള്ളയിൽ ചുവന്ന രക്തപ്പാടുകൾ. കണ്ണിന്റെ വെള്ളയിൽ ചുവന്ന രക്തപ്പാടുകളിലെ സം കൺജക്ഷണൽ ഹെമോറേജ് എന്ന് പറയും. സാധാരണ പ്രസവത്തിൽ പ്രഷർ എഫക്റ്റ് മൂലം രക്തക്കുഴൽ പൊട്ടുന്നത് മൂലം ഉണ്ടാകുന്നതാണിത്. ഇനി ഇതിനും ചികിത്സ ആവശ്യമില്ല, തനിയെ പൊക്കോളൂ കേട്ടോ. ഇനി കാലുകൾ വളഞ്ഞു കാണുക. കാലുകൾ വളഞ്ഞു കാണുന്നത് എന്തുകൊണ്ടാ വെച്ചാല് ഗർഭപാത്രത്തിലത്തെ ഉണ്ണിയുടെ കിടപ്പ് മൂലം ഉണ്ടാകുന്നതാണ് ആ ഒരു ഇത്. ചില ഉണ്ണികളുടെ കാലുകൾ വളഞ്ഞിട്ടിരിക്കുന്നത് കാണാം. അതും ചികിത്സയുടെ ആവശ്യമൊന്നുമില്ല, തനിയെ എന്തായിരിക്കും അത് മാറി വരും. പിന്നെ നെഞ്ചിന്റെ നടുക്കിലുള്ള എല്ല് കൂർത്ത് കാണും. ചില കുട്ടികളുടെ നെഞ്ചിന്റെ ഭാഗത്ത് ഒരു എല്ല് കൂർത്ത് നിൽക്കുന്നത് കാണും. അതിനെ പ്രൊമിനന്റ് സിഫിസ്ട്രനം പറയുന്നത് തെറ്റാണെന്നറിയില്ല, സിഫിസ്ട്രനം എന്ന് പറയും. അത് നോർമലാണ്. അതുപോലെ തന്നെ ചികിത്സ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ജനനശേഷമുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഡെലിവറിക്ക് പ്രിപ്പയർ ആകുമ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുക. ഡെലിവറിക്ക് ഇനി പറയേണ്ട എന്തൊക്കെ കേസ്, ഡെലിവറിയുടെ സമയത്ത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മളെ നോക്കുന്ന ഡോക്ടർ എന്തായാലും നല്ല രീതിക്ക് ഒക്കെ നോക്കി തരും എന്ന് വിചാരിക്കുക. അതുപോലെ നമ്മളെ നേഴ്സുമാരും നല്ല കെയർ തരുന്നു പ്രതീക്ഷിക്കുക. ചിലർ ചിലപ്പോൾ റൂഡായിട്ടൊക്കെ പെരുമാറുന്നവരുണ്ടെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ ഹോസ്പിറ്റലൊക്കെ നല്ല നേഴ്സുമാരും ഡോക്ടറൊക്കെയാണ്. സോ എനിക്ക് പേടിയൊന്നുമില്ല പ്രാവശ്യം. എന്നാലും നമുക്ക് ചെറിയ പേരുണ്ടല്ലോ, അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം നല്ലപോലെ നടക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. പിന്നെ എന്താ പറയാ, നല്ലൊരു ഹെൽത്തി ബേബിയൊക്കെ ഉണ്ടാവട്ടെ എല്ലാവർക്കും. നമ്മള് ആ ഒരു ടൈമില് എന്താ പറയാ, നമുക്ക് പെയിൻ വരുമ്പോ പെയിൻ കില്ലേഴ്സ് ഒക്കെ അല്ലെങ്കിൽ എപ്പിഡൂറൽ അങ്ങനത്തെ ലോഫിംഗ് ഗ്യാസ് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഡോക്ടേഴ്സ് നമുക്ക് തരുന്നത്. അതൊന്നും എടുത്തോണ്ടൊന്നും കുഴപ്പമില്ല. അത് വേണം ചോദിക്കുമ്പോൾ വേണമെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല.
ചിലര് ഇത് നോർമൽ ഡെലിവറി ആവില്ല വെച്ചിട്ട് ഇതെടുക്കാതൊക്കെ ഇരിക്കും. അങ്ങനൊന്നും കരുതണ്ട. അങ്ങനെ ചാൻസ് കിട്ടുകയാണെങ്കിൽ വേദന ഇല്ലാതെ പ്രസവിക്കുന്നുണ്ട് കുഴപ്പമില്ല. വേദന ഇല്ലാണ്ട് എന്ന് പറയാൻ വേദന കുറച്ച് നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദന ആയിരിക്കും. ഈ എപ്പിഡോറിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വേദനയ്ക്ക് ഒരു ആശ്വാസം ഉണ്ടാവുമെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പിന്നെ ഉണ്ണി അവിടുന്ന് വിളിച്ചാട്ടാ. പിന്നെ എന്താ വെച്ചാല് ഈ പറഞ്ഞ പോലെ നമ്മള് പുഷ് ചെയ്യേണ്ടത് റിലാക്സ് ആയിട്ട് പുഷ് ചെയ്യാൻ നോക്കുക. ആ ടൈമിൽ എങ്ങനെയാവും പുഷ് ചെയ്യാന്ന് അറിയില്ല. ചിലപ്പോൾ ടെൻഷനൊക്കെ പിടിച്ച് ബലം പിടിച്ചിട്ടൊന്നും ഈ കഴുത്തും ഇതൊക്കെ കൂടി ബലം പിടിച്ചിട്ടല്ല പുഷ് ചെയ്യേണ്ടതെന്നാണ് ഡോക്ടർ പറയേണ്ടത്. നമ്മൾ നന്നായിട്ട് ഇൻഹെയിൽ ചെയ്ത് എക്സെയിൽ ചെയ്തിട്ട് പുഷ് ചെയ്യാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. മുക്കാൻ വരിക എന്നാണ് പറയാ. അതായത് നമുക്ക് മോശം പോകുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് തന്നെ വരിക. അപ്പൊ അത് ഇനി പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നന്നായിട്ട് ശ്വാസം എടുത്തിട്ട് റിലാക്സ് ആയിട്ട് പുഷ് ചെയ്യാനാണ് പറയുന്നത്. അതുപോലെ എന്താ പറയാ, ഇപ്പൊ എന്റെ ഹോസ്പിറ്റലൊക്കെ കൂടെ സപ്പോർട്ടിന് ആളെ കയറ്റാൻ പറ്റുമെന്നാണ് പറയണത്. അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ അമ്മമാർക്കോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോ നമ്മളൊന്ന് തടവി തരാനും ഹെൽപ്പ് ചെയ്യാനൊക്കെ കയറാന്ന്. അപ്പോൾ പറ്റുകയാണെങ്കിൽ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡിനെ സപ്പോർട്ടിന് വിളിക്കുക. പിന്നെന്താ പറയാ, ഡെലിവറി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എന്തായാലും ഒരു വേറെ ലൈഫ് സ്റ്റൈലിലേക്കാണ് പോകാൻ പോകുന്നത്. അത് വിചാരിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ പ്രിപ്പയർ ആയിട്ടിരിക്കുക. അത് നമ്മളെ കൊണ്ട് സാധിക്കും. എന്തായാലും നമ്മൾ ആ ഒരു ജേർണി എന്തായാലും കടന്നു പോകേണ്ടതാണ്. അപ്പൊ എന്ത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉണ്ണിയാണ് സംസാരിക്കട്ടെ. അപ്പോൾ നമ്മൾ എന്തായാലും ആ ഒരു ജേണി കടന്നു പോവും. സോ നമ്മളെന്താ അതൊന്നും വിചാരിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക. നമ്മുടെ ഈ എക്സൈറ്റ്മെന്റിന്റെ അപ്പുറത്ത് ഇനി വരാൻ പോകുന്നത് വേറെ ലൈഫ് സ്റ്റൈൽ ആയിരിക്കും. നമ്മൾ എന്ത് ചെയ്യാ, രണ്ടുപേരും കൂടിയിട്ട് ഒരുമിച്ച് നിന്ന് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാനാണല്ലോ. അപ്പോൾ ഹസ്ബൻഡും വൈഫിനെയും ഉണ്ണിനെയും ഒരുപോലെ നോക്കുക. അതുപോലെ വൈഫാണെങ്കിലും നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡിനെ ശ്രദ്ധിക്കാതെ പോകും. ഉണ്ണി വന്ന ഉണ്ണിയിലേക്ക് മാത്രം ഒതുങ്ങി കൂടുന്ന ഒരു ഇതുണ്ട്. അപ്പൊ അതില്ലാതെ ഹസ്ബൻഡിന് എന്ത് ചെയ്യുക, അവർക്കും ഒരു സപ്പോർട്ട് കൊടുക്കുക. എന്നാലാണ് ആ ഒരു ജേണി അടിപൊളിയാവുള്ളൂ. അല്ലെങ്കിൽ അതൊരു സുഖം ഉണ്ടാവില്ല. അവർക്കും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വരും. സോ രണ്ടുപേരും ഇത് നന്നായി എൻജോയ് ചെയ്തിട്ട് നല്ലൊരു ലൈഫ് ഉണ്ടാവട്ടെ എല്ലാവർക്കും. സോ എല്ലാവരും പ്രിപ്പയർ ആവുക ഇതിന് വേണ്ടിയിട്ട്. എന്തൊക്കെ ഞാൻ പറഞ്ഞെന്ന് എനിക്കറിയില്ല, എന്നാലും ഇതിലുള്ള കുറെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. എനിവേ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ, സീ യു. അപ്പോൾ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.